Okay, two transistor analogy model of a transistor അല്ലെങ്കിൽ two transistor analogy of a SCR thyristor. ഇതാണ് നമ്മൾ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഞാൻ എഴുതിയ നോട്ട്സാണ്, ഇതെങ്ങനെയാണെന്ന് പറയാം. ഓപ്പറേഷൻ ഓഫ് എ SCR can be explained in a simple way by considering in terms of two transistor. നമ്മൾ ട്രാൻസിസ്റ്റർ നമ്മൾ പഠിച്ചു. SCRൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് എ 4 ലെയർ PN ലെയർ, അതായത് ഒരു സബ്സ്ട്രേറ്റ്. നമുക്ക് 4 ടെർമിനൽസ് ഉണ്ടാവും. ഇതാണ് പോസിറ്റീവ് ടെർമിനൽ ആനോഡ്, ദെൻ നെഗറ്റീവ് ടെർമിനൽ കാഥോഡ്. ഈ മൂന്നാമത്തെ പിയിലാണ് നമ്മൾ ഗേറ്റ് ടെർമിനൽ G എന്ന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് G എന്ന് കൊടുക്കാം. ഇതിന് 3 ജംഗ്ഷൻ ഉണ്ട്. 4 ലെയർ 3 ജംഗ്ഷനാണ്. ജംഗ്ഷൻ 1, J2, J1, J2 ആൻഡ് J3. ഇപ്പോൾ ഈ ട്രാൻസിസ്റ്ററാണ്, ഷേപ്പാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇത് ജനറൽ റെപ്രസെൻറ്റേഷൻ. നമുക്ക് ഇനി ഈ SCRനെ, ഈ കാണിച്ചിട്ടുള്ള സ്ട്രക്ചറിനെ നമുക്ക് 2 ട്രാൻസിസ്റ്റർ നമ്മൾ അനലോഗ് ഇലക്ട്രോണിക്സിനകത്ത് പഠിച്ചിട്ടുണ്ടാവും. NPN ആൻഡ് PNP ട്രാൻസിസ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഞാൻ ഏകദേശം ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്യാണ്, ഇങ്ങനെ കട്ട് ചെയ്തു. ഓക്കെ, ഇതൊരു കഷ്ണം PNP. അപ്പോൾ അതിനെ ഞാൻ അവിടെ മാറ്റി വരച്ചു. P സബ്സ്ട്രേറ്റ് ഉണ്ട്, N ആൻഡ് P നമ്മുടെ ഗേറ്റ് ടെർമിനൽ ഇരിക്കുന്ന P. ദെൻ ബാക്കി ഈ ഹാഫ് N, വീണ്ടും P, അതിൻ്റെ അടിയിലിരിക്കുന്ന N വേറെ. ഓക്കെ, ഇങ്ങനെ കഷ്ണമായിട്ട് 2 ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമുക്ക് അറിയാം, ഈ PNPനെ നമുക്ക് എന്താ പറയുക, ഒരു ട്രാൻസിസ്റ്ററിന് നമുക്ക് ബേസ് കറണ്ട്, ഗേറ്റ് കറണ്ട് ആൻഡ് എമിറ്റർ കറണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിന്, ഫസ്റ്റ് ട്രാൻസിസ്റ്റർ PNPനെ നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ ഒരു P സബ്സ്ട്രേറ്റ്, N ആൻഡ് P. ഈ ഇവിടേക്ക് വരുന്ന കറണ്ട്, ഇത് നമുക്കറിയാം ആനോഡ് കറണ്ടാണ് IA. ഓക്കെ, ഈ കറണ്ട് തന്നെയായിരിക്കും ഈ ഫസ്റ്റ് ട്രാൻസിസ്റ്ററിന്, PNP ട്രാൻസിസ്റ്ററിന് ഞാൻ Q1 എന്ന് പറഞ്ഞു. ഓക്കെ, ഈ Q1ൻ്റെ എമിറ്റർ കറണ്ട്, അതിന് IE1. ആ IE1 ഇസ് ഈക്വൽ ടു IA. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ഗേറ്റ് കറണ്ട് ഉണ്ട്. ഈ പിയിലേക്കാണ് ഗേറ്റ് ടെർമിനൽ കൊടുക്കുന്ന ആ ഗേറ്റ് കറണ്ടിന് IG എന്ന് പറഞ്ഞു. ദെൻ രണ്ടാമത്തെ ഹാഫ് എന്ന് പറയുന്നത് ഒരു NPN ആണ്, NP, ദെൻ ലാസ്റ്റ് ഒരു N. ഓക്കെ, ഈ ട്രാൻസിസ്റ്ററിന് നമുക്ക്, ഇതാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ Q1ൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ N ആണ്. അതിന് ഞാൻ ഇവിടുത്തെ കറണ്ടിനെ IB1 എന്ന് പറയുന്നു, ബേസ്. ദെൻ ഇതാണ് ഇതിൻ്റെ കളക്ടർ, അതായത് IC1, കളക്ടർ കറണ്ട് IC1. അപ്പോൾ ഇതും നമുക്കറിയാം ഇങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ കറണ്ടിൻ്റെ ബേസ് കറണ്ട് IB1 എന്ന് പറയുന്നത് ചെല്ലുന്നത് ഇതിൻ്റെ കളക്ടറിലേക്കാണ്, C2 അല്ലെങ്കിൽ കളക്ടർ. നമുക്ക് ഇതിനകത്തുനിന്ന് എഴുതാൻ പറ്റുന്ന റിലേഷനാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. IB1 ഈക്വൽ ടു IC2, ബേസ് കറണ്ട് ഓഫ് ഫസ്റ്റ് SCR, അല്ലെങ്കിൽ SCR അല്ല, ട്രാൻസിസ്റ്റർ ഇസ് ഈക്വൽ ടു കളക്ടർ കറണ്ട് ഓഫ് സെക്കൻഡ് ട്രാൻസിസ്റ്റർ, അതിന് Q2 എന്ന് പറഞ്ഞു. സിമിലർലി ബേസ് കറണ്ട് ഓഫ് സെക്കൻഡ് ട്രാൻസിസ്റ്റർ Q2 ഇസ് ഈക്വൽ ടു കളക്ടർ കറണ്ട് ഓഫ് ഫസ്റ്റ്, ദാറ്റ് ഈസ് Q1. അപ്പോൾ IC1 ഈക്വൽ ടു IB2, IC2 ഈക്വൽ ടു IB1. ദെൻ IE1, എമിറ്റർ കറണ്ട് ഓഫ് ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ഇസ് ഈക്വൽ ടു IA. ദെൻ എമിറ്റർ കറണ്ട് ഓഫ് സെക്കൻഡ് ട്രാൻസിസ്റ്റർ IE2 ഇസ് ഈക്വൽ ടു IK, നമ്മുടെ കളക്ടർ കറണ്ട്, കാഥോഡ് കറണ്ട് IK. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ എഴുതാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. PN. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് P സബ്സ്ട്രേറ്റ്, NP. ഓക്കെ, ദെൻ സെക്കൻഡ് ഹാഫിൽ നമുക്ക് NPN. ഓക്കെ, ഇതാണ് നമ്മുടെ ആനോഡ് ടെർമിനൽ, ആനോഡ് കറണ്ടിന് IA. ഓക്കെ, ദെൻ ഈ IA ഈസ് ഈക്വൽ ടു എമിറ്റർ കറണ്ട് ഓഫ് ഫസ്റ്റ് വൺ. ദെൻ
ബേസ്, ഇതാണ് നമ്മുടെ ബേസ്. ഓക്കെ, ബേസ് കറണ്ട്. ഈ ബേസ് കറണ്ട് ഇതിൻ്റെ കളക്ടറും, ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ NPNൻ്റെ കളക്ടർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാഥോഡ് K ഉണ്ട്. ഇതിൻ്റെ എമിറ്റർ കറണ്ട് IE2 എന്ന് പറയുന്നതും കാഥോഡ് കറണ്ട് IKയും സെയിം ആയിരിക്കും. സിമിലർലി IB1 is equal to IC2, കാരണം ഈ ഒരു കറണ്ട് ഇവിടെ IB1 ഈക്വൽ ടു IC2. ദെൻ രണ്ടാമത്തെ IC1 ഈക്വൽ ടു IB2. ഇതാണ് ഇതിൻ്റെ ബേസ് B2, ഇത് C2, ഇത് ഇതിൻ്റെ എമിറ്റർ. അതേമാതിരി ഫസ്റ്റ് Q1 Q2 എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. കളക്ടർ കറണ്ട് ഓഫ് ഫസ്റ്റ് വൺ IC1 ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ഈ കിട്ടിയ റിലേഷൻസൊക്കെ ഇവിടെ നമുക്ക് എഴുതി വയ്ക്കാം. ദെൻ ബേസിക് 4 ഇക്വേഷൻസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ IA, ആനോഡ് കറണ്ട് IA, കാഥോഡ് കറണ്ട് IK ആൻഡ് ഗേറ്റ് കറണ്ട് IG, ഇത് മൂന്നാണ് നമ്മുടെ SCRൻ്റെ അറിയുന്ന കറണ്ട്. അതിൻ്റെ റിലേഷൻ നമുക്ക് നോക്കിയാൽ അറിയാം. IA വന്നിട്ട് ദെൻ IG ഇങ്ങനെ വരുന്നുണ്ട്, IK കാഥോഡ് കൂടെ പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും എങ്ങനെ, IK is equal to IA plus IG. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. IK ഈക്വൽ ടു ആനോഡ് കറണ്ട് പ്ലസ് ഗേറ്റ് കറണ്ട്. നമ്മൾ ആനോഡിലേക്കും ഗേറ്റിലേക്കും കറണ്ട് കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനി Q1നെയും Q2നെയും നമുക്ക് ട്രാൻസിസ്റ്റർ ആയിട്ട് തന്നെ വരച്ച് നോക്കാം. ഓക്കെ, ട്രാൻസിസ്റ്റർ ആയിട്ട് തന്നെ വരച്ച് നോക്കാം. ഫസ്റ്റ് നമുക്ക് Q1 വരയ്ക്കാം. Q1, അതിന് അതിലേക്ക് വരുന്ന എമിറ്റർ കറണ്ട് IE1, ഇതാണ് നമ്മുടെ ആനോഡിൽ നിന്നാണ് വരുന്നത്. IE1 is equal to IA നമുക്കറിയാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ബേസ് കറണ്ട്, ബേസ് എന്ന് IB1. ഓക്കെ, ദെൻ അതിൻ്റെ കളക്ടർ കറണ്ട് PNP ട്രാൻസിസ്റ്ററാണ് കളക്ടർ കറണ്ട്, നമുക്ക് വരയ്ക്കാം IC1. ഓക്കെ, ദെൻ ഇതിൻ്റെ കളക്ടർ കറണ്ടിലേക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഗേറ്റ് കറണ്ട് IG കൊടുക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ NPN വരച്ച് നോക്കാം. NPMൻ്റെ കളക്ടർ, അതേമാതിരി അതിൻ്റെ എമിറ്റർ. നമുക്ക് ഇതിൻ്റെ ബേസ് ഇവിടുന്നാണ്. ഓക്കെ, ഈ ഫസ്റ്റ് Q1ൻ്റെ എന്തെന്നാണ്, കളക്ടറിൽ നിന്നാണ് ഇതിൻ്റെ ബേസിലേക്ക് പോകുന്നത് IB2. ഓക്കെ, ദെൻ IB1 ഈക്വൽ ടു IC2. അതേപോലെ ഇവിടെ നമുക്ക് കാഥോഡ് ടെർമിനലാണ്, കാഥോഡ് കറണ്ട് IK is equal to IE2. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു ഈക്വലൻ്റ് ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ, നമുക്ക് കുറച്ച് ടേംസ് ഉണ്ട് ഇവിടെ. നമുക്ക് ഏതൊക്കെയാണ് ഈ പറഞ്ഞ ടേംസ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, ഈ പറഞ്ഞ ഇത് വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. ദെൻ IA ആനോഡ് കറണ്ട്, IG ഗേറ്റ് കറണ്ട്, IK കാഥോഡ് കറണ്ട്, IE1 എമിറ്റർ കറണ്ട് ഓഫ് ട്രാൻസിസ്റ്റർ Q1, IB1 ബേസ് കറണ്ട് ഓഫ് Q1, IC2 കളക്ടർ കറണ്ട് ഓഫ് Q1, അതേമാതിരി IE2, IC2, IB2. ലെറ്റ് നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ ഗെയിൻ ഉണ്ട്, കറണ്ട് ഗെയിൻ α1 is equal to current gain of thyristor 1 and α2 current gain of transistor 2. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു ഇക്വേഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ടായി. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ടായി കാഥോഡ് കറണ്ട് IK is equal to IA plus IG. ദെൻ നമുക്ക് ജനറൽ ഫസ്റ്റ് ഇക്വേഷൻ നോക്കാം. ഈ IE1 എന്ന് പറയുന്ന കറണ്ട്, Q1ലേക്ക് വരുന്ന കറണ്ട് IE1 is equal to IB1 plus IC1 നമുക്ക് നോക്കിയാൽ അറിയാം. അതെന്ന് IB1 ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം, IE1 മൈനസ് IC1 എഴുതാം. അതിന് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനായിട്ട് ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എഴുതി, സെക്കൻഡ് ഇക്വേഷനായിട്ട് നമുക്ക് മാറ്റി നിർത്താം. ദെൻ നമുക്ക് കളക്ടർ കറണ്ട് എമിറ്റർ കറണ്ടും തമ്മിലുള്ള റിലേഷൻ, കളക്ടർ കറണ്ട് ഇസ് ഈക്വൽ ടു കറണ്ട് ഗെയിൻ ഇൻറ്റു എമിറ്റർ കറണ്ട്. ഓക്കെ, അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതാം. ഫസ്റ്റ് തൈറിസ്റ്ററിൻ്റെ കളക്ടർ കറണ്ട് ഇസ് ഈക്വൽ ടു കറണ്ട് ഗെയിൻ ഇൻറ്റു എമിറ്റർ കറണ്ട്. ഓക്കെ, ദെൻ നമുക്ക് രണ്ടാമത്തെ Q2ൻ്റെ കേസ് നോക്കാം. Q2ൻ്റെ കേസിന് മുന്നേ IB1, ഈ ഇക്വേഷൻ നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. IB1 is equal to
IE1 മൈനസ് IC1 പകരം ആൽഫ 1 IE1 എഴുതാം. IE1 പുറത്തേക്ക് എടുക്കുമ്പോൾ IE1 ഇൻറ്റു 1 മൈനസ് കറണ്ട് ഗെയിൻ ഈക്വൽ ടു IB1. ഓക്കെ, ഇതിന് നമുക്ക് തൽക്കാലം ഇക്വേഷൻ നമ്പർ 4 എന്ന് വിളിക്കാം. ഓക്കെ, IB1 ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ 1. പിന്നെ നമുക്കറിയാം IE1 ഈക്വൽ ടു, ഇവിടെ നമുക്ക് 3 റിലേഷൻ ഉണ്ട്. IB1 ഇസ് ഈക്വൽ ടു IC2, IB2 ഇസ് ഈക്വൽ ടു IC1 ആൻഡ് IA ഇസ് ഈക്വൽ ടു IE1, IK ഇസ് ഈക്വൽ ടു IE2. അപ്പോൾ ഈ ഒരു റിലേഷൻ IA ഇസ് ഈക്വൽ ടു IE1 ഇതിനകത്ത് കൊടുക്കുക. അപ്പോൾ IB1 ഇസ് ഈക്വൽ ടു IA ഇൻറ്റു 1 മൈനസ് ആൽഫ 1. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളവിടെ ഇക്വേഷൻ നമ്പർ 5 എന്നിട്ട് വെച്ചു. ഓക്കെ, IB1 ഇസ് ഈക്വൽ ടു IA ഇൻറ്റു 1 മൈനസ് ആൽഫ 1. ഇതേമാതിരി നമുക്ക് രണ്ടാമത്തെ തൈറിസ്റ്റർ ഉണ്ടെന്ന് നോക്കാം. രണ്ടാമത്തെ തൈറിസ്റ്റർ നമുക്ക് സിമിലർലി എന്ത് എഴുതാൻ പറ്റും? IC2 കളക്ടർ കറണ്ട് ഓഫ് Q2 ഇസ് ഈക്വൽ ടു ആൽഫ 2 ഇൻറ്റു IE2. ഓക്കെ, ബട്ട് നമുക്കറിയാം എന്താണ് IE2 ഇസ് ഈക്വൽ ടു IK. IE2 ഇസ് ഈക്വൽ ടു IK. അപ്പോൾ നമുക്ക് IC2 ഇസ് ഈക്വൽ ടു IK ഇൻറ്റു ആൽഫ 2, കറണ്ട് ഗെയിൻ ഇൻറ്റു ആൽഫ 2. ഓക്കെ, പക്ഷെ നമുക്ക് എന്താ എഴുതാം? നേരത്തെ ഒരു റിലേഷൻ കിട്ടിയിട്ടുണ്ട്. IC2 എന്ന് പറയുന്നത് ഈ സെയിം ആസ് ബേസ് കറണ്ട് ഓഫ് 1 ആൽഫ 1. അപ്പോൾ IK ഇൻറ്റു ആൽഫ 2. ഓക്കെ, അപ്പോൾ IB1 നമുക്ക് ഒരു ഇക്വേഷനായി. IB1 നേരത്തെ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് IB1 ഇസ് ഈക്വൽ ടു IA ഇൻറ്റു 1 മൈനസ് ആൽഫ 1. ഇപ്പോൾ IB1 ഇസ് ഈക്വൽ ടു IK ഇൻറ്റു ആൽഫ 2. അത് രണ്ടും നമ്മൾ റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്താ? IA ഇൻറ്റു 1 മൈനസ് ആൽഫ 1 ഇസ് ഈക്വൽ ടു IK ഇൻറ്റു ആൽഫ 2. ഇനി നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ അറിയാം. IK ഇസ് ഈക്വൽ ടു IA പ്ലസ് IG എന്നാണ്. അപ്പോൾ IKക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. IA ഇൻറ്റു 1 മൈനസ് ആൽഫ 1 ഇസ് ഈക്വൽ ടു IA പ്ലസ് IG ഇൻറ്റു ആൽഫ 2. ഇനി ആ IA ടൈംസിനെയൊക്കെ നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, IAനൊക്കെ ഒരു ടൈംസ് സൈഡിലേക്ക് കൊണ്ടുവരാം. നമുക്ക് എന്നിട്ടും IA ഇൻറ്റു 1 മൈനസ് ആൽഫ 1 മൈനസ് ആൽഫ 2 ഇസ് ഈക്വൽ ടു ആൽഫ 2 ടൈംസ് IG, or IA മൈനസ് പുറത്തേക്ക് വരുമ്പോൾ 1 മൈനസ് ആൽഫ 1 പ്ലസ് ആൽഫ 2 ബ്രാക്കറ്റ് ഇസ് ഈക്വൽ ടു ആൽഫ 2 IG, or IA is equal to alpha 2 into gate current IG by 1 minus alpha 1 plus alpha 2. Okay, this is very important. കാരണം anode current IA കൂടിയാലാണ്, when IA increases we can say that SCR is turned on. ആനോഡ് കറണ്ട് കൂടിയാലല്ല ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ സംഭവിച്ച് തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആനോഡ് കറണ്ട് കൂടണമെന്നെങ്കിൽ എന്താ? ആനോഡ് കറണ്ട് കൂടണമെന്നുണ്ടെങ്കിൽ ആൽഫ 1 പ്ലസ് ആൽഫ 2ൻ്റെ വാല്യൂ നോക്കുക. ആൽഫ 1 പ്ലസ് ആൽഫ 2 1 ആണെങ്കിൽ ആനോഡ് കറണ്ട് എന്താവും? ആൽഫ 2 ഇൻറ്റു IG ഡിവൈഡഡ് ബൈ 1 മൈനസ് 1, ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. അപ്പോൾ എപ്പോഴാണോ current gain of two thyristors is approximately equal to 1, IA will increase and SCR will be turned on. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ.